ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്ന് ഹൈക്കോടതി. സ്വർണ്ണക്കവർച്ച കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്നും ഹൈക്കോടതി. പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തു. ഇത് നിസ്സാരമായി കാണാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അന്വേഷണം അതിവേഗത്തിൽ കൃത്യതയോടെ പൂർത്തിയാക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വർണ്ണക്കവർച്ച കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ എന്നിവരുടെ നടപടികൾ സംശയകരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി നിലപാടെടുത്തത് നിസ്സാരമായി കാണാനാകില്ലെന്നും കുറ്റപ്പെടുത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചത് സംശയകരമാണ്. 2 വർഷത്തെ കത്തിടപാടുകളും ഗൂഢാലോചനയും SIT അന്വേഷിക്കണം. 500 ഗ്രാം സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശം ശരിയല്ലെന്നും ആവർത്തിച്ച ഹൈക്കോടതി എല്ലാ രേഖകളും പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകി. കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഹൈക്കോടതിയുടെ കൂടി വിശ്വാസ്യതയുടെ ഭാഗമാണ് അന്വേഷണമെന്നും ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു. വിഷയം ഹൈക്കോടതി അടുത്ത മാസം വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.